നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എത്ര നേരം ഈ തുടക്കം തുപ്പം തുടങ്ങിയിട്ട് നോക്കി? ഇത് കുറച്ച് നേരത്തെ ഒന്ന് ചെയ്തുകൂടെ? അല്ലേ തന്നെ വർക്കിംഗ് ഓഫീസ് ആണോ അതൊക്കെ ചെയ്യുക? ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഇത്ര മതി. നിങ്ങൾ നിർത്തിക്കോ, ഈ റൂമിന് ചെയ്യണ്ട, പൊക്കോ. സാറേ, നാളെ ഞാനൊരു അവധി എടുത്തു. നോ 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 നോ, ലീവ് ഒന്നുമില്ല. നാളെ അവിടെ ഇന്റർവ്യൂ ഉള്ളതാണ്. കുറച്ച് നേരത്തെ ഒന്ന് പണിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും. ശരി സാറേ. ഹലോ, തിരക്കിലാണോ? ഇല്ല, പറഞ്ഞോ. അതെ, ഞാൻ വിളിച്ചതേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഓഫീസിൽ അക്കൗണ്ടിൻ്റെ ഒരു വേക്കൻസി കിടപ്പുണ്ട്. നല്ല പാക്കേജാണ്, എൻ്റെ ഓഫീസിന് അടുത്തുമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണുകയും ചെയ്യാം. തൻ്റെ റെസ്യൂമേ അയച്ചാൽ ഞാൻ ഫോർവേഡ് ചെയ്യാം. എടോ, എനിക്കിവിടെ അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ പെട്ടെന്ന് വന്നാലും ശരിയാവില്ല. പെട്ടെന്ന് വേറൊരാളെ പണിയേൽപ്പിച്ചിട്ട് പോയാൽ അവരൊന്നും മര്യാദയ്ക്ക് ചെയ്യില്ലടോ. അതുകൊണ്ടാ ഞാനേ കുറച്ച് തിരക്കില്ല. പിന്നെ വിളിക്കാവേ. അതെ, സാറേ സാറേ സാറേ, ഈ ഇന്റർവ്യൂ എന്തിന്? അക്കൗണ്ടന്റ്. ആ, ഇവിടെ തന്നെ കാണാം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ. എടോ, താൻ കയറിയിരിക്കേ. പക്ഷെ നീ ഏതോ കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ചെയ്യുന്നേ? പക്ഷെ നിന്റെ വീട്ടുകാർക്ക് അറിയോ കാര്യം? അറിയാടി, വീട്ടിലെ അവസ്ഥയാണെങ്കിലും ഭയങ്കര മോശമാടി. അപ്പം ഞാനും കൂടെ എന്തെങ്കിലും ജോലിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകും. എന്തെങ്കിലും ജോലിയോ? ഇതാണോ വർഷ എന്തെങ്കിലും ജോലി? നീ ഒന്നുമില്ലെങ്കിലും ബികോമിനൊക്കെ ചേർന്നതല്ലേ? അങ്ങനെ എന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചൂടെ? എടി, വീട്ടിലെ അവസ്ഥ കാരണം എനിക്ക് ബികോം ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തീരാനൊക്കെ നോക്കിയിരുന്ന വീട്ടിലെ കാര്യം ഫുൾ അവതാളത്തിലാവും. വേണ്ടി നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഇതറിയോ? പക്ഷേ എടി, കല്യാണത്തിന് മുമ്പ് ഒരു ജോലി വാങ്ങിയാൽ പിന്നെ അയാളത് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അതിനു മുമ്പ് അയാൾ അറിഞ്ഞാലോ? പക്ഷെ എനിക്ക് തന്നെ നിന്നെ ഈ അവസ്ഥ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല. അപ്പം അയാളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അടി, അവളെങ്ങാണ് ഇത് പോയി അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താലോ? അവള് പറയുന്നത് വരെ നീ എന്തിനു വെയിറ്റ് ചെയ്യുന്നേ? നീ ആയിട്ട് തന്നെ അവനോട് പറ. അവന് മനസ്സിലാവില്ലെങ്കിലോ? കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് എനിക്ക് നിന്നെ അറിയാം. നിന്റെ പ്രശ്നങ്ങളും അറിയാം. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നീ പറയാതെ അവൻ അറിയുന്നതിനൊക്കെ എത്രയോ ബെറ്ററാണ് നിന്റെ വായിൽ തന്നെ അവൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. നീ കാര്യങ്ങൾ പറ, ബാക്കി അവൻ തീരുമാനിക്കട്ടെ. നീ എന്തായാലും ആരും കൊന്നിട്ടൊന്നുമില്ലല്ലോ. അവനെ ഞാൻ ചതിക്കായിരുന്നു എന്നാണ് അവന് തോന്നിയാലോ? ഒന്നാലോചിച്ചാൽ നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ ചതി. അവൻ കെട്ടാൻ പോണ കൊച്ചിൻ്റെ ശരിക്കുള്ള ജോലി എന്താന്ന് പോലും അവനറിയില്ല. നീ ആ പറഞ്ഞത് വിശ്വസിച്ച് അവിടെ ഇരിക്കുക പാവം. നീ അവൻ ഇപ്പം തന്നെ വിളിച്ചൊന്ന് കാണണം എന്ന് പറ. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറ. വിളിക്കേ. ഹലോ, എനിക്കൊന്ന് നേരിട്ട് സംസാരിക്കണം. വേറെ എന്തെങ്കിലും ഇനി പറയാനുണ്ടോ? ഇത് പറയാൻ വേണ്ടിയിട്ടാണോ നിനക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്? എൻ്റെ പക്ഷേ ഇത് ഫോണിൽ കൂടെ പറയാനുള്ള കാര്യമല്ലേ ഉള്ളൂ. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. നീ എന്തായാലും കട്ടും മോടിച്ചിട്ടൊന്നുമല്ലല്ലോ ജീവിക്കുന്നത്, അധ്വാനിച്ച് പണിയെടുത്തിട്ടില്ലേ. ഇനിയിപ്പോൾ ഈ ജോലി ചെയ്യുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ജോലി നോക്കാം. അല്ല, നീ ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ആദ്യം നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് അത് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ജോലി നോക്കാം. അതുപോലെ ഇപ്പം ഞാൻ ഒരു ചായ പറയാൻ പോകും. എനിക്ക് ചായ വേണം ചേട്ടാ, ഒരു ചായ. ഇങ്ങനെ കാഴ്ചക്കാരായി മാത്രം ഇരുന്നാൽ മതിയോ? ഇനി വെറും കാഴ്ചക്കാരായി മാത്രം ഒതുങ്ങേണ്ട, നിങ്ങൾക്കും കഥയുടെ ഭാഗമാകാം. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം കഥാപാത്രങ്ങൾ എന്ത് ചെയ്യണം, കഥ എങ്ങോട്ട് പോകണം. കൂടാതെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എക്സൈറ്റിംഗ് ഗെയിംസ്. സോ ഇപ്പോൾ തന്നെ AV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ആൻഡ് സ്റ്റാർട്ട് ബിൽഡിംഗ് യുവർ സ്റ്റോറീസ്.